നമസ്കാരം. കഴിഞ്ഞ 5 വർഷം നമ്മൾ ഒന്നിച്ച് സഞ്ചരിച്ച ദൂരങ്ങൾ, നമ്മൾ ഒന്നിച്ച് കണ്ട സ്വപ്നങ്ങൾ, അതായിരുന്നു ഒപ്പം. എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ള വികസനം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒപ്പം ചേർത്തുള്ളൊരു യാത്ര. ആ യാത്രയിലൂടെയാണ് 4000 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നേടാൻ കഴിഞ്ഞു. ചില പദ്ധതികൾ പൂർത്തീകരിച്ചു, ചില പദ്ധതികൾ തുടങ്ങാൻ കഴിഞ്ഞു, ചില പദ്ധതികൾ ഭരണാനുമതിയുടെ തുടർച്ചയിലേക്ക് വരുന്നു. ഈ വികസനത്തിന്റെ ഗുണഫലം ഓരോ കുടുംബത്തിലും എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? വികസനം എന്നുള്ളത് കെട്ടിടങ്ങളോ പാലങ്ങളോ റോഡുകളോ മാത്രമല്ല. വികസനം എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലവാരത്തിലുണ്ടാകുന്ന മാറ്റമാണ്. അവരുടെ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായ ജീവിതത്തിന്റെ നിലവാരത്തിൽ എന്തു മാറ്റമാണ് ഈ 5 വർഷം ഉണ്ടായിട്ടുള്ളത്? അതാണ് ഒരു വെർച്വൽ റിയാലിറ്റി സ്പേസിലൂടെ നമ്മുടെ മണ്ഡലത്തിന്റെ പുതിയ മുഖം, ഒരു നവ കളമശ്ശേരി ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. കളമശ്ശേരിയുടെ വികസന കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കളമശ്ശേരിയിൽ ഉയരാൻ പോകുന്ന ജുഡീഷ്യൽ സിറ്റിയാണ് ഈ കാണുന്നത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലീഗൽ ഹബ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 19, 21 പ്രതിനിധാനം ചെയ്യുന്ന 3 ടവറുകളിൽ ഹൈക്കോടതിയും ഇന്റർനാഷണൽ മീഡിയേഷൻ സെന്ററും എല്ലാം വരുന്ന അതിമനോഹരമായ ഒരു കെട്ടിട സമുച്ചയം, സമ്പൂർണ്ണ ഡിജിറ്റൽ നിയമലോകം. അതാണ് ഇവിടെ തുറക്കാൻ പോകുന്നത്. കളമശ്ശേരിയുടെ മുഖച്ഛായയെ തന്നെ മാറ്റുന്ന പുതിയ കാലത്തിന്റെ പ്രതീകമായി മാറാൻ പോകുന്ന ഒന്നായി ജുഡീഷ്യൽ സിറ്റി വരുമെന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ജുഡീഷ്യൽ സിറ്റി വരുന്നതോടുകൂടി ഗതാഗത കുരുക്കൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഇപ്പോഴേ നമ്മൾ സ്വീകരിക്കുകയാണ്. ആയിരക്കണക്കിന് കാറുകളൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി മെട്രോ സർവീസ് ഇങ്ങോട്ട് നീട്ടുന്നതിനുള്ള പ്രാഥമിക പഠനം ആരംഭിച്ചിരിക്കുന്നു. HMD റോഡ് 6 വരിയാക്കാനും അതേപോലെ തന്നെ സീപോർട്ട് എയർപോർട്ട് ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ഉൾപ്പെടെയുള്ള ഗതാഗത സൗകര്യങ്ങൾ കൂടി വികസിക്കുമ്പോൾ ഇന്ന് നാം കാണുന്ന കളമശ്ശേരി ആയിരിക്കുകയില്ല ജുഡീഷ്യൽ സിറ്റിയുള്ള കളമശ്ശേരി, ഒരു നവ കളമശ്ശേരി. ഭരണാനുമതി കിട്ടി നിർമ്മാണത്തിലേക്ക് കടക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടതെങ്കിൽ, നിർമ്മാണം പൂർത്തീകരിച്ച് പ്രയോഗത്തിലേക്ക് വന്നിട്ടുള്ള പദ്ധതികൾ കൂടി ഒന്ന് നോക്കാം. ഇത് കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്റർ. RCC MCCയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 6 കൂടിയുണ്ട്. അത് റിസർച്ചാണ്, ഗവേഷണം കൂടി ചേരുന്നതാണ്. കിഫ്ബി സഹായത്തോടെ 466 കോടി രൂപ ചെലവിൽ ഇവിടെ നിർമ്മിച്ച് പൂർത്തീകരിച്ച ഈ ക്യാൻസർ സെന്റർ എന്നുള്ളത്. ഇട്ടകല്ല് എവിടെയാണെന്ന് പോലും പിടികിട്ടാതിരുന്ന ഒരു കാലത്തിൽ നിന്ന് മാറിയിട്ടാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തുടക്കം കുറിച്ച് അതിവേഗതയിൽ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ച 451 കിടക്കകളുള്ള 6.32 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള ഈ അതിമനോഹരമായ അത്യാധുനിക ക്യാൻസർ സെന്റർ എന്നുള്ളത്. ഒരേ സമയം 30 പേർക്ക് വരെ കീമോതെറാപ്പി ചെയ്യാനുള്ള സൗകര്യം, ഡിജിറ്റൽ മാമോഗ്രഫി, 12 ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഹെഡ് സർട്ടിഫിക്കേഷനുള്ള സംസ്ഥാനത്ത് ആദ്യത്തെ ആശുപത്രി കെട്ടിടമാണ് കൊച്ചി ക്യാൻസർ സെന്റർ. ഇനിയിപ്പോൾ ക്യാൻസർ ചികിത്സയ്ക്കായി വലിയ തുക ചെലവാക്കേണ്ട കോർപ്പറേറ്റ് ആശുപത്രികളെ നിങ്ങൾ എറണാകുളത്ത് അന്വേഷിക്കേണ്ടതില്ല. അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ മലബാറിലേക്ക് തലശ്ശേരിയിലെ MCCയിലേക്കോ ചികിത്സയ്ക്ക് വേണ്ടി പോകേണ്ടതില്ല. നമ്മുടെ കളമശ്ശേരിയിൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ക്യാൻസർ റിസർച്ച് സെന്ററാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. ദൂരമെന്ന് വരുന്നവർക്ക് സൗജന്യ നിരക്കിൽ താമസിക്കാൻ 11.34 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അമ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം അതിവേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ മാതൃ ശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്നുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ സംവിധാനത്തിലെ ഒറ്റ കെട്ടിടമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. റോഡപകടങ്ങൾ ഏറെ നടക്കുന്ന കളമശ്ശേരിയിൽ സർക്കാർ സംവിധാനത്തിൽ ഇതുവരെയും ഒരു ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല എന്നത് വലിയ കുറവായിരുന്നു. അതിനെല്ലാമുള്ള പരിഹാരമാണ് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ള ഈ പുതിയ കെട്ടിടം. അതുപോലെ തന്നെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, അവർക്കുള്ള ICU സംവിധാനം വേണമെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇന്ന് അതും മാറിയിരിക്കുന്നു. 8 നിലകൾ, 8.27 ലക്ഷം ചതുരശ്ര അടി സ്ഥലം, 842 രോഗികളെ ഒരേ സമയം ചികിത്സിക്കാൻ കഴിയുന്നത്, 16 ഓപ്പറേഷൻ തിയേറ്ററുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കളമശ്ശേരി മാറുകയാണ് എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ കെട്ടിടം. ഇത് സീപോർട്ട് എയർപോർട്ട് റോഡ്. സീപോർട്ടും എയർപോർട്ടും ഇല്ലാതെ പേരിൽ മാത്രമുള്ള ഒരു റോഡ്. 2003 2ാം ഘട്ട നിർമ്മാണം നിലച്ചുപോയ ഒന്നാണ്. ഇപ്പോഴത് എല്ലാ കുരുക്കുകളും അഴിച്ച് യാഥാർത്ഥ്യമാവുകയാണ്. കേന്ദ്രവും കേരളവും ഒരേ മുന്നണി ഭരിച്ച, കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിരുന്ന,
കളമശ്ശേരിയുടെ പ്രതിനിധി പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നിട്ട് പോലും ഒരു ഇഞ്ച് ഭൂമി പോലും, ഒരു തരി മണ്ണ് പോലും റോഡിനായി കേന്ദ്ര സ്ഥാപനങ്ങൾ നമുക്ക് വിട്ടുതരാതിരുന്നു എന്ന് കാണാം. ആ കുരുക്കൊക്കെ അടിച്ച് ഇപ്പോഴിതാ 74.07 കോടി രൂപയുടെ ചെലവോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ NAD പുരപ്പ് റോഡ്, അതും ഇതിന്റെ ഭാഗമായി തന്നെ നിർമ്മാണ ചുമതല ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. സീപോർട്ട് എയർപോർട്ട് റോഡ് അതിന്റെ തുടർച്ചയിൽ മഹിളാലയം വരെ അങ്ങോട്ടുള്ളതിന് 550 കോടി രൂപയിലധികം ചെലവഴിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ മുന്നോട്ട് പോകുന്നു. അസാധ്യമാണ് എന്ന് കരുതി ഇത് യാഥാർത്ഥ്യമാകുന്ന അനുഭവമാണ് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ഈ 2ാം ഘട്ട നിർമ്മാണം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നോക്കൂ, എത്ര വേഗത്തിലാണ് അദാനി ലോജിസ്റ്റിക് പാർക്കിന്റെ നിർമ്മാണം മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി തറക്കല്ലിട്ട് മാസങ്ങൾ കഴിയുമ്പോഴേക്കും 1ാം ഘട്ടത്തിന്റെ പൂർത്തീകരണത്തിലെത്തുകയാണ്. സംസ്ഥാനത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് പിന്തുണയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോജിസ്റ്റിക് പാർക്കാണ് 600 കോടി രൂപ മുതൽ മുടക്കുന്ന അദാനി ലോജിസ്റ്റിക് പാർക്ക്. 70 ഏക്കറിൽ 13 ലക്ഷം ചതുരശ്ര അടിയിലാണ് ഈ ലോജിസ്റ്റിക് പാർക്ക് ഇവിടെ ഉയരുന്നത്. 1500 പേർക്ക് നേരിട്ട് ജോലി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി വ്യവസായ മേഖലയിലെ വളർച്ചയ്ക്കുള്ള ഒരു പരിസരം കൂടി ഒരുക്കും എന്ന് നാം കാണേണ്ടതുണ്ട്. കളമശ്ശേരി ലോജിസ്റ്റിക് പാർക്കുകളുടെ ഒരു ഹബ്ബായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അദാനിക്കൊപ്പം ഡ്രൈവേഴ്സ് ലോജിസ്റ്റിക് പാർക്കും പെനറ്റോണി ലോജിസ്റ്റിക് പാർക്കും MDR ലോജിസ്റ്റിക് പാർക്കുമുള്ള ഇടമായി കളമശ്ശേരി മണ്ഡലം മാറാൻ പോവുകയാണ്. നമ്മുടെ യൗവനത്തിന്റെ സ്വപ്നങ്ങൾ, ഇന്നൊവേഷൻ, അത് യാഥാർത്ഥ്യമാക്കാം. അതാണ് കളമശ്ശേരിയുടെ ഏറ്റവും നവീനമായ പുതിയ കാലത്തിന്റെ പദ്ധതിയാണ് ഇന്നൊവേഷൻ സെന്റർ. 20 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഇന്നൊവേഷൻ സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാറായി. മണ്ഡലത്തിന്റെ മാത്രമല്ല, ഈ കേരളത്തിലെ മുഴുവൻ യൗവനത്തെയും ആകർഷിക്കാൻ കഴിയുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പുതിയ ഒരു ഉത്തേജനം നൽകുന്ന സംവിധാനമാണ് ഈ ഇന്നൊവേഷൻ സെന്റർ എന്നുള്ളത്. ഇത് സ്നേഹവീട്. ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ ഈ പേര് പോലും അവശേഷിക്കാതെ കൈമാറുന്ന പൂർണ്ണ ഉടമസ്ഥതയുള്ള വീട്. വൻകിട പദ്ധതികൾക്കൊപ്പം മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന നിരവധി പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്നേഹവീട്. വിധവകളും പെൺകുട്ടികളുടെ അമ്മമാരുമായവർക്ക് പ്രധാന പരിഗണന നൽകി നിർമ്മിച്ച് കൈമാറുന്ന സ്നേഹവീട് പദ്ധതി 20 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത്. 24 വീടുകൾക്ക് കല്ലിടാൻ കഴിയും. ഇപ്പോൾ 15 വീടുകൾ താക്കോൽ കൈമാറി ആ വീട്ടിൽ ആളുകൾ സ്വസ്ഥമായി താമസിക്കാൻ തുടങ്ങുന്നു. 500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിച്ച് കൈമാറിയത്. എല്ലാവരും ഒത്തുചേർന്ന് പിടിച്ചാൽ ഇനിയും നമുക്ക് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. സ്നേഹവീടുകളിൽ താമസം തുടങ്ങിയിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും ആശംസകൾ നേരുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും ആത്മസംതൃപ്തി നൽകിയ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം അത് ഒപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് എന്നുള്ളതാണ്. 5 വർഷവും തുടർച്ചയായി 40-ലധികം പ്രമുഖ ആശുപത്രികളെ ചേർത്തിണക്കിക്കൊണ്ട് ഈ ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം പറഞ്ഞത് ഗിന്നസ് ബുക്കിൽ ഇടം കിട്ടേണ്ട ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ള ഒരു മെഡിക്കൽ ക്യാമ്പായിരുന്നു ഇതെന്നാണ്. 40,000 ആളുകൾക്ക് 5 വർഷം കൊണ്ട് ഈ സേവനം നൽകാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ 2246 പേർക്ക് തിമിര ശസ്ത്രക്രിയ സൗജന്യമായി നൽകി, കണ്ണട നൽകി. അതോടൊപ്പം തന്നെ 116 പേർക്ക് കേൾവി വീണ്ടെടുക്കുന്നതിന് വേണ്ടി ശ്രവണ സഹായം നൽകാൻ കഴിഞ്ഞു. ഫോളോപ്പിന്റെ ഭാഗമായി നിരവധി ശസ്ത്രക്രിയകളും സാധാരണക്കാർക്ക് സാധ്യമാകുന്ന രൂപത്തിൽ സൗജന്യമായി നൽകാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറെ അഭിമാനകരമാണ്. ഇപ്പോൾ ഇതിന്റെ തുടർച്ചയിൽ കളമശ്ശേരിയെ സമ്പൂർണ്ണ തിമിര വിമുക്ത മണ്ഡലമാക്കി മാറ്റാനും കുഴഞ്ഞു വീണുന്നവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായി സമ്പൂർണ്ണ CPR സാക്ഷര മണ്ഡലമാക്കി മാറ്റാനുള്ള പ്രവർത്തികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം മെഡിക്കൽ ക്യാമ്പ് ഏറ്റവും മാനവികമായ പ്രവർത്തനങ്ങൾ ഒന്നാണ്. കളമശ്ശേരിയിൽ ഈ 5 വർഷക്കാലം നടപ്പിലാക്കാൻ ശ്രമിച്ച പദ്ധതികൾ അത് ഈ നാടിന്റെ ചരിത്രത്തെ മാറ്റിത്തീർക്കുന്ന പദ്ധതികളാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പദ്ധതിയല്ല, മനുഷ്യ ജീവിതത്തിന്റെ സർവതല സ്പർശിയായ മാറ്റത്തിന്റെ അടിത്തറയാണ് നാം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഗുണഫലങ്ങൾ ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ കളമശ്ശേരിയെ ഒരു നവകളമശ്ശേരിയാക്കി മാറ്റിത്തീർക്കും. ഈ മാറ്റം നമ്മൾ ഒന്നിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ്. നമ്മൾ ഒന്നിച്ച് കണ്ട സ്വപ്നങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് ഈ യാത്ര നമ്മൾ ഒന്നിച്ച് തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതുവരെയും നിങ്ങൾക്കൊപ്പമായിരുന്നു എല്ലാ കാര്യങ്ങളിലും. ഈ യാത്ര പൂർത്തീകരിക്കാൻ നിങ്ങൾ ഇനിയും ഒപ്പമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കൊന്നിച്ച് ഇനിയും മുന്നോട്ട് കൊണ്ടുവയ്ക്കാം.
എപ്പോഴും നിങ്ങളുടെ ഒപ്പം.